അതിനകത്ത് അത്യാവശ്യം ലഗേജ് നമുക്ക് വെക്കാൻ പറ്റും. ഇനി ലോഡിംഗ് പേ തന്നെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് കഴിയുമ്പോൾ കീലെസ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണല്ലോ. ഈ ഒരു സ്റ്റിയറിങ്ങിന് റീച്ചല്ല, നമുക്ക് ടിൽറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, റീച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓഫ് റോഡ് ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫണ്ണാണ്. പക്ഷേ 100-120 കിലോമീറ്റർ ഓടിച്ച് ഒരു 10-15 കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ ആ 100-120 നമ്മൾ ടോർച്ചർ അനുഭവിക്കണം. കാരണം നമസ്കാരം, ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഇഷ്യൂസിൻ്റെ V-Cross ആണ്. V-Crossൻ്റെ ടോപ്പ് ആൻഡ് ട്രിം ആയിട്ടുള്ള 4x4 വേർഷൻ. ഏകദേശം 27 ലക്ഷം രൂപയോളം എക്സ്ഷോറൂം പ്രൈസ് വന്നൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ പുതിയതല്ല. നമ്മൾ ഈ ഒരു വണ്ടി വന്ന സമയത്ത് ശരിക്കും ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്, വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫീച്ചേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വണ്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വണ്ടിയുടെ കൂടെ കുറച്ച് കാലം ജീവിച്ച് കഴിയുമ്പോഴാണ് ആ ഒരു വണ്ടിയെക്കുറിച്ചുള്ള ഒരു ഇത്തിരി കൂടി ഇൻസൈറ്റ് നമുക്ക് കിട്ടുക, ഒരു ഇത്തിരി കൂടി ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക. ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യുമ്പോഴാണ് ഒരു വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്ക് ശരിക്കും ഓക്കെ V-Cross എനിക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓക്കെ V-Cross എനിക്ക് വേണ്ട എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇവിടെ വന്നിരുന്നത് ഈ ഒരു വണ്ടിയുടെ ഒരു ലോങ് ടൈം ഫീഡ്ബാക്ക് പറയാനാണ്, പ്രോസ് ആൻഡ് കോൺസ് പറയാനാണ്. കുറച്ചധികം കാലം ഞാൻ ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു കിലോമീറ്റർ കവർ ഒരു എക്സ്പീരിയൻസ് പറയാനാണ്. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിൽ ചിലവ് സാധനം നമുക്കിന്ന് ഇസൂസു V-Crossൻ്റെ ഒരു ലോങ് ടൈം വീഡിയോ ചെയ്യാം. ലോങ് ടൈം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വണ്ടി കൊണ്ടുപോയ സ്ഥലത്ത് കൂടി നിങ്ങളെ കൊണ്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പോയ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഷെയർ ചെയ്യാനും, ഓഫ് റോഡ് ചെയ്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും, ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ ആ ഒരു എൻ്റെ വാക്കുകളിലൂടെ പറയാനാണ് ശ്രമിക്കുന്നത്. ഇനി ഇന്ത്യയിൽ ട്രക്ക് ലൈഫ് എന്ന് പറയുന്നത് അത്ര വ്യാപകമല്ല, പക്ഷേ ഇന്ത്യയിൽ ട്രക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബൊലേറോ ക്യാമ്പർ അല്ലെങ്കിൽ മഹീന്ദ്ര ഗെറ്റവേ അതുപോലുള്ള വണ്ടികൾ, അതല്ലെങ്കിൽ ഇപ്പോൾ ഹൈലക്സ്, അതല്ലെങ്കിൽ സെനോൺ, ആദ്യത്തെ ടൊയോട്ട സെനോൺ, അങ്ങനെയുള്ള വണ്ടികൾ അതൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈലക്സ് വന്നപ്പോൾ നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാറി ഇപ്പോൾ പ്രൈവറ്റായിട്ടും ഹൈലക്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. V-Cross അതിന് മുമ്പ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരുപാട് വണ്ടികളുണ്ട്, പക്ഷേ ട്രക്ക് ലൈഫ് എന്ന് പറയുന്നത് അത്ര കാര്യമായിട്ടില്ല. എനിക്ക് തോന്നുന്നു വളരെ നീഷായിട്ടുള്ള ആളുകളാണ് ട്രക്ക് ഓടിക്കുന്നത്, അല്ലെങ്കിൽ ട്രക്കിൻ്റെ ആ ഒരു യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും ഡ്രൈവിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം ഞാൻ ഈ വണ്ടിക്ക് ചുറ്റും നടന്നിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഒരു ചെറിയ രൂപം തരാം, ഒരു റീക്യാപ്പ് പോലെ. ഇസൂസു V-Cross ശരിക്കും ഒരു ട്രക്ക് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആണെങ്കിലും അല്ലെങ്കിൽ വലിയ ക്രോമൊക്കെ തന്നെയും ഒരിത്തിരി കാലികമാണെന്ന് പറയാമെങ്കിലും ഒറ്റ മോഡലൊരു ട്രക്കാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. ഫോഗ്ലാമ്പുണ്ട്, വലിയ വീലാണ്, ഇപ്പോൾ ഡബിൾ വിഷ്ബോണാണ് സസ്പെൻഷൻ, സ്റ്റെപ്പ് കാണാം, V-Crossൻ്റെ ആ ഒരു ഗ്ലാസ് ഫോൾഡബിളാണ്, മുകളിലെ ഒരു റൂഫ് റെയിലുണ്ട്, ബാക്കിലെ ആ ഒരു സീറ്റിലും അത്യാവശ്യം ഇരിക്കാനുള്ള ആ ഒരു സൗകര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യമുണ്ട്. ഇത് പിൻഭാഗത്തെ ആ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് ലീഫാണ്. അതുമാത്രമല്ല പിന്നിൽ ഡ്രമ്മാണ്, ഡിസ്ക് ബ്രേക്ക് അല്ല. ഇനി സ്പെയർ വീൽ താഴെയാണ്. ഇതിനൊരു കവർ വെച്ചിട്ടുണ്ട്, ഒരു കവർ കൂടി വെച്ചിട്ടാണ് ഇവർ ഈ ഒരു വണ്ടിയുടെ ആ ഒരു ബാക്ക് അടച്ചേക്കുന്നത്. അത് ആക്സറിയാണ്, അത് വാങ്ങാൻ കിട്ടുന്ന കാര്യമാണ്, അത് വണ്ടിക്ക് കൂടെ വരുന്നതല്ല. പിന്നെ ടൈൽ ലാമ്പുകൾ അത്യാവശ്യം ഭയങ്കര ടൈൽ ലാമ്പാണ്. ബാക്കിൽ ആ ഒരു ലോഡിംഗ് ബേ കയറുന്ന ആ ഒരു ഭാഗത്ത് അത്യാവശ്യം പ്ലാസ്റ്റിക് ലാഡിങ് എല്ലാം ഉണ്ട്. ഈ കവർ തന്നെയാണെങ്കിലും ഇപ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അത് നിൽക്കുന്നത് ആ ഒരു സ്റ്റട്ടിൻ്റെ മുകളിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല തുറക്കാനായിട്ട്, അങ്ങനെയുള്ള കാര്യമുണ്ട്. അതിനകത്ത് അത്യാവശ്യം ലഗേജ് നമുക്ക് വെക്കാൻ പറ്റും. ഇനി ലോഡിംഗ് ബേ തന്നെ ആണെങ്കിലും ഇപ്പോൾ നമ്മളിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഒരു വലിയ ബൈക്ക് കയറ്റിയുള്ള ഒരു സ്പേസ് ആവും, അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ താഴെ കൊടുത്ത ക്രോം എലമെൻ്റൊക്കെ ഒരു ലക്ഷറി എന്ന് പറയാം. അപ്പോൾ തീർത്തും യൂട്ടിലിറ്റി ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് V-Cross എന്നുള്ളത്, നിസ്സംശയം പറയേണ്ടതുണ്ട്. ഇത് അടച്ചിട്ട് വേണം ഈ ഒരു കവർ നമുക്ക് അടയ്ക്കാനായിട്ട്, കാരണം അത് രണ്ടും തമ്മിലാണ് കണക്ഷൻ. ഇനി പിന്നെ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ഡിഫോഗർ കാണാം. അതിൻ്റെ മുകളിൽ ESC, അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്. മുകളിലാണ് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഒരു സ്പോയിലർ പോലെ ആ തൊപ്പി പോലെ കൊടുത്ത കവറിൻ്റെ ബാക്കി കാണാൻ ഭംഗി കേട്ടോ. ഇനി 4x4 സ്റ്റിക്കർ ഉണ്ട്, കൂടാതെ അലോയ് വീൽസ് കാണാനുള്ളതാണ് കേട്ടോ. ഇനി ഈ V-Crossനകത്ത് ഒരു 2.5 ലിറ്റർ അല്ലെങ്കിൽ 2.499 2499 cc ആ ഒരു ഡീസൽ എഞ്ചിനാണ്. ഇസൂസു നേരിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിൻ്റെ കവർ കാണാം. 4 സിലിണ്ടറാണത്. 163 ഹോഴ്സ് പവറും ഏകദേശം 350 Nm ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗറുകൾ. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ്. ഇതിന് മാനുവൽ മോഡൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ മാനുവൽ ഓട്ടോമാറ്റിക് മോഡുകളിൽ കിട്ടുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ മാമത്തായിട്ടുള്ള വണ്ടി കൊണ്ടുനടക്കാൻ എളുപ്പം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആണെന്നുള്ളത് സംശയം പറയേണ്ട കാര്യമാണ്. കീലെസ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണല്ലോ. ഈ ഒരു സ്റ്റിയറിങ്ങിന് റീച്ചല്ല, നമുക്ക് ടിൽറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, റീച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വളരെ ലളിതമായിട്ടുള്ള ഒരു മീറ്റർ ക്ലസ്റ്ററാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ മീറ്റർ ക്ലസ്റ്ററിൽ MID ടോഗിൾ തന്നെ വൈപ്പർ സ്റ്റാക്കിൻ്റെ മുകളിൽ ബട്ടൺ ഉണ്ട്, കൂടാതെ ഹെഡ് ലാമ്പ് സ്റ്റാക്കിൻ്റെ മുകളിൽ ഒരു ബട്ടൺ ഉണ്ട്. 2 ബട്ടൺ ഉപയോഗിച്ച് നമുക്കത് ടോഗിൾ ചെയ്യാനുള്ളൊരു ഗുണമുണ്ടെന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞാണ്. ഇനി ഇവിടെ മീഡിയ സ്ക്രീനെ കുറിച്ചൊന്നും പറയില്ല, അതായത് ഒരു സാധാ മീഡിയ സ്ക്രീൻ തന്നെയാണ്. അതിനകത്ത് ബ്ലൂടൂത്തും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആൻഡ്രോയിഡ് ടോൾ കുഴപ്പമൊന്നുമില്ല. ഇനി മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുമാത്രമല്ല ഗ്ലോ ബോക്സ് കൂടി കാണാം. ഇത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്ററാണ്. ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റും അവിടെ ഒരു USB പോർട്ടും ഉണ്ട്. അതുമാത്രമല്ല ഇത് ആ ഒരു സ്റ്റീരിയോയുടെ USB ഓക്സ് ആണ്. ഇനി ഇവിടെയാണ് ആ ഒരു ഷിഫ്റ്റർ 2H 4H 4L. ഇതൊരു ഹാർഡ് കോർ ആ ഒരു ഓഫ് റോഡർ ആണെന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ഡ്രിങ്ക് ഹോൾഡർ ഉണ്ട്, ഇവിടെ വെച്ചാൽ സംഗതി തണുക്കും. താഴെ ആ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്.
ഈ പവർ വിൻഡോയുടെ സ്വിച്ച് വെച്ച് ഈ ഭാഗം അത്യാവശ്യം നല്ല രസം തോന്നി കാണാനായിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ടും. മാത്രമല്ല അവിടെ ആംറസ്റ്റ് ഉണ്ടാവില്ല, അത് സെറ്റ് കൂടി ഉണ്ടെന്നുള്ളതാണ്. വലിയ ഡോർ പോക്കറ്റുകൾ കാണാം. വീക്രോസിൽ 5 പേർക്ക് ഇരിക്കാൻ പറ്റും, പക്ഷേ ബാക്കിലെ സീറ്റ് വെർട്ടിക്കലാണ്. പക്ഷേ ഹെഡ് റൂം ഉണ്ട്, ലെഗ് റൂം ഉണ്ട്, അത്യാവശ്യം അധികം ലെഗ് റൂം ഉണ്ട്. ഈ ഒരു അമ്യൂണിറ്റി എന്ന് പറയാനേ ഇവിടെ ഒരു വലിയ കപ്പ് ഹോൾഡറിൻ്റെ ഒരു സെക്ഷൻ കാണാം. മാത്രമല്ല ഒരു USB പോർട്ടും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ലൈറ്റുകളും സ്പീക്കറിൻ്റെ ആ ഒരു സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടത്, സറൗണ്ട് സൗണ്ട് എന്നുള്ള ആ ഒരു സ്പീക്കറോടെ കാണാം. ഗ്രാഫാനിൽ കൂടി ഉണ്ടെന്നുള്ളതാണ്. ശരിക്കും അത്യാവശ്യം ഫീച്ചേഴ്സുള്ള ട്രക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ഇസൂസു വീക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ MUX എന്ന് പറയുന്ന SUV കൂടി ഉണ്ട്. ഇത് കുറച്ചും കൂടി യൂട്ടിലിറ്റി, അതായത് ഒരു ഫൺ വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ബൈക്കെല്ലാം കയറ്റി എവിടെയെങ്കിലും പോകണം, ഓഫ് റോഡ് പോകണം, അല്ലെങ്കിൽ ഞാൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണെന്ന് വിചാരിക്കാം, ഫോട്ടോ എടുക്കാൻ പോകണം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് ഒതുക്കുന്ന വണ്ടി എന്നാണ് എനിക്ക് ഈ ഒരു വീക്രോസിനെ കുറിച്ച് തോന്നിയത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഓടിക്കാം. ഓടിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ഫീലിൽ എന്താണ് ഇതിൻ്റെ പ്രോസ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കോൺസ്, ആ ഒരു കാര്യങ്ങൾ പറയാം. എന്തായാലും നമുക്ക് കണ്ടു തുടങ്ങിയാം. ബാ. ഇസൂസു വീക്രോസ് അന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഓടിച്ചപ്പോൾ കുറച്ച് ദൂരം ഓടിച്ചുള്ളൂ. ഒരിത്തിരി ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ. പിന്നീട് ഇസൂസു വീക്രോസിൻ്റെ മുകളിൽ കൈവയ്ക്കാനായിട്ടൊരു അവസരം ഉണ്ടായിട്ടില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളിത് ഓടിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാലം ഓടിച്ചപ്പോൾ എനിക്ക് ഈ വണ്ടി എന്ന് പറയുന്നത് തീർത്തും ഒരു ഇഷ്ടപ്പെട്ടൊരു വണ്ടി കേട്ടോ. കാരണം എന്താ പറയുക, നമ്മുടെ ഒരു റോഡ് പ്രസൻസ് ഇല്ലേ, ഒന്നും പറയാതെ റോഡ് പ്രസൻസ് ആണ്. ആൾക്കാർ നോക്കും ഇത് ഏതാണ് ഈ വണ്ടി, ഇത്രയും ഹ്യൂമൻസ് ആയിട്ടുള്ള വലിയ വണ്ടിയാണല്ലോ, ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ട് ആ ഒരു കിട്ടിയ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറയാം, ചെറുതായിട്ട് പറയാം. ഗുണങ്ങളെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗുണം റോഡ് പ്രസൻസ് ആണ്. രണ്ടാമത്തെ ഗുണത്തെ എവിടെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അന്ന് ലോങ് ഡ്രൈവ് പോയപ്പോൾ കുറച്ച് ദൂരം ഭയങ്കര മോശം റോഡാണ്, കാറുകളൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കെന്താ ഡ്രൈവിലേക്ക് ഇട്ടു, ഈവൻ 4x4 ആ ഒരു എച്ച് പോലും എൻഗേജ് ചെയ്യേണ്ട കാര്യമില്ല, ചുമ്മാ കാലെടുത്ത് എടുത്തിട്ട് പോലെ ഓടിച്ച് പോകാനുള്ള കാര്യമുണ്ട്. സസ്പെൻഷനാണ്, ഇതിൻ്റെ സസ്പെൻഷൻ മികച്ചതാണ്. ഒരു പ്രോപ്പർ ഓഫ് റോഡറിന് വേണ്ടുന്ന ആ ഒരു സസ്പെൻഷൻ എന്ന് പറയാം. ഡബിൾ വിഷ് ബോണാണ് ഫ്രണ്ടിൽ, ബാക്കിലാണെങ്കിൽ ലീഫ് സ്പ്രിങ്ങും. അതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം കുഷനി ഫീലും ബാക്കിൽ അവിടെ എടുത്തിരുന്ന ഒരു ഫീലും ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എയർ കുറച്ച് അടിച്ചാൽ ആ ലീഫിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷനൊക്കെ ചെയ്ത് നല്ലതാണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ചാട്ടം നമുക്ക് ഫീൽ ചെയ്യാൻ നമുക്ക് ഓടിക്കാനുള്ള ഡ്രൈവർക്കാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് ചെയ്യാൻ. ബാക്കിലിരിക്കുന്ന ആൾക്കാരുടെ കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് സിറ്റിയിൽ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അതായത് ഇത്തിരി ഹെവി ഫീൽ ഉണ്ട്, ഹൈഡ്രോളിക് ആണ്, ആ ഒരു കാര്യമുണ്ട്. മാത്രമല്ല ടേൺ റേഡിയസ് വലുതാണ്, ഒരുപാട് വേണം, അപ്പോൾ തിരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹൈവേ കയറി നമ്മൾ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും. ഒരു 100-120 കിലോമീറ്റർ നമുക്കിങ്ങനെ ചുമ്മാ പാട്ടും പാടി ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ വണ്ടിയാണ് വീക്രോസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു RPM റേഞ്ച് പറഞ്ഞാൽ 100 കിലോമീറ്റർ സ്പീഡ് എത്തുന്നത് 1850 അല്ലെങ്കിൽ 1700 RPM-നകത്താം. ആറാമത്തെ ഗിയർ ടോർക്കോണറ്റിൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ, ആ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുമ്പോൾ ആറാമത്തെ ഗിയർ വെരി റിലാക്സ്ഡ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ആ ഒരു ചെറിയ സൗണ്ടിൽ ഇങ്ങനെ ചെറിയ ഡീസൽ ക്ലാറ്റിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നല്ല നൈസായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അത് മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമായിട്ട് പറയാം. പിന്നെ ബെഡിൻ്റെ യൂസ് ആ കവർ നമ്മൾ ഊരി വെക്കണം. വെള്ളമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ആ കവർ എന്ന് പറയുമ്പോൾ ഒരു വണ്ടിയുടെ മൂട്ട് പോലെ കാണാം. പക്ഷേ കവർ ഊരി വെച്ചാൽ ബൈക്കോ അല്ലെങ്കിൽ സൈക്കിൾസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഇവിടെ ആ ഒരു ട്രക്ക് ലൈഫ് ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അതായത് നമുക്കിവിടെ കാരവാൻ ടൂറിസമോ ട്രക്ക് ലൈഫൊക്കെ അത്ര പോപ്പുലർ അല്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ഒരു കാര്യത്തിൽ അതത്ര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ശരിക്കും ഇത് അമേരിക്കയിലൊക്കെയുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന ട്രക്കിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു യൂസിലേക്ക് നമ്മൾ എത്തിയ രസമായിരിക്കും കാര്യങ്ങളല്ലേ, ഹൈലക്സ് ഒക്കെ ഉള്ളതുകൊണ്ടേ. പിന്നെ വീലുകളൊക്കെ തന്നെയും വലിയ വീലുകളാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഭീകരമാണ്. അപ്പോൾ റോഡില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓഫ് റോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പഴയ കാലത്ത് ജീപ്പ് അല്ലെങ്കിൽ ജിപ്സി അതൊക്കെ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫണ്ണാണ്. പക്ഷേ 100-120 കിലോമീറ്റർ ഓടിച്ച് ഒരു 10-15 കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ ആ 100-120 നമ്മൾ ടോർച്ചർ അനുഭവിക്കണം. കാരണം AC ഇല്ലായ്മ, ചാട്ടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ച് വേണം അവിടെ എത്താനായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫണ്ണാണ്, അൾട്ടിമേറ്റ് ഫണ്ണാണ്. ഇസൂസു വീക്രോസ് അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഇതിന് ക്ലൈമറ്റോണിക് AC ഉണ്ട്. അതുകൊണ്ട് തന്നെ AC നല്ല കംഫർട്ടബിളാണ്, നല്ല കൂളാണ് AC. മാത്രമല്ല ഇതിനകത്ത് ഇരിക്കുമ്പോൾ സീറ്റ്, ലെതർ സീറ്റ്, ഇലക്ട്രിക് സീറ്റ്, അങ്ങനെയുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയിൽ യാത്ര ചെയ്ത് പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ട്രൂ കളേഴ്സ് കാണിച്ച് ഈ ഒരു വണ്ടിയുടെ എല്ലാവിധ ക്യാപ്പബിലിറ്റിയും കാണിച്ച് നമുക്ക് അവിടെ ഓഫ് റോഡ് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഓഫ് റോഡ് ചെയ്യുമ്പോഴും വലിപ്പം ഒരിത്തിരി കൂടുതലാണ് ഈ വണ്ടിക്ക്, അതിൻ്റെ ആയിട്ടുള്ളൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്നാലും നമുക്ക് ക്ലീനായിട്ട് ഓടിച്ച് പോയിട്ട് ക്ലീനായിട്ട് ഓഫ് റോഡ് പോയി തിരിച്ച് ചെയ്യാം അല്ലെങ്കിൽ തിരിച്ച് വരാവുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്കുണ്ട്. ജാപ്പനീസ് ആയിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് നല്ല റിലയബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അകത്തേക്ക് ഒരിത്തിരി സൗണ്ട് കേൾക്കും വണ്ടി ഓടിക്കുമ്പോൾ, അതൊരു കാര്യമായിട്ട് കാണാം. അതായത് ഒന്ന് ത്രോട്ടിലൊക്കെ കൊടുത്ത് ഓടിക്കുമ്പോൾ നമുക്ക് അകത്തേക്ക് സൗണ്ട് വരും. ആ ടോർക്കോണോട്ടർ കൂടെ പവർ ഗിയർ ബോക്സിലെത്തി ആ വീലിലേക്ക് എത്തും നമുക്ക് അറിയാൻ പറ്റും. എന്നാലും 350-360 NM ആ ഒരു ടോർക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തീർത്തും വണ്ടിയെ ഒരു ലോക്കോമോട്ടീവിനെ പോലെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് പര്യാപ്തമാണെന്നുള്ള കാര്യമുണ്ട്. ശരിക്കും നല്ല രസം വണ്ടി ഓടിക്കാനുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഡ്രമ്മും
മുമ്പിൽ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും ബ്രേക്കിംഗ് നല്ലതാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ESC എന്ന് പറയുന്ന സംഗതി സ്റ്റിക്കർ അടിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമൊക്കെ ഉണ്ട്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഓഫ് ചെയ്യാൻ അങ്ങനെ കാര്യം സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ഇത്തിരി ലക്ഷറി ആയിട്ടുള്ള ഒരു വണ്ടി എന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ഒരു യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള വണ്ടിക്ക് കുറച്ചധികം ലക്ഷറി കിട്ടിയാൽ എങ്ങനെയിരിക്കും, അതാണ് V-Cross എന്നുള്ളത്. ഇപ്പോൾ വണ്ടിക്ക് അകത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വണ്ടി മുഴുവൻ നമ്മുടെ കൺട്രോളാണ് ഫീൽ ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള വിസിബിലിറ്റി ഉണ്ട്, റോഡ് കാണാവുന്ന കാര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ 5 സീറ്റുകൾ യൂസ്ഫുള്ളായിട്ട് 5 സീറ്റുകൾ വെർട്ടിക്കൽ പൊസിഷൻ്റെ കാര്യം മാറ്റി നിർത്തിയാലും പിന്നെ ബ്ലൂടൂത്ത് ഓഡിയോ പോലുള്ള കാര്യങ്ങൾ, ക്രൂസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ, പവർ മിറേഴ്സ്, ശരിക്കും പാക്ക്ഡ് ആണ് വണ്ടി എന്ന് വെച്ചാൽ എല്ലാം ഉണ്ടെന്നല്ല, എന്നാൽ ആവശ്യത്തിനുള്ള സംവിധാനങ്ങളുള്ള ഒരു വണ്ടിയാണ് V-Cross എന്നുള്ളൊരു ഗുണമാണ്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സുള്ള നല്ല കാപ്പബിലിറ്റി ഉള്ള വണ്ടി ആണ് V-Cross എന്നുള്ളതാണ് എനിക്ക് ഒരു ലോങ് ഡ്രൈവിൽ മനസ്സിലായത്. ഇപ്പോൾ ഓഫ് റോഡ് എന്ന് പറയുന്നത് നമ്മൾ വലിയ ഓഫ് റോഡൊന്നും എടുത്തില്ല. ഇപ്പോൾ വലിയ ഒരു ബെഡുള്ളതുകൊണ്ടും ആ വീൽ ബേസിൻ്റെ ഒരു വലിപ്പം കാരണമൊക്കെ ഹൈലക്സിൻ്റെ പോലെ തന്നെ ആ ഒരു പിൻഭാഗം തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും ഒരുവിധ ഓപ്ഷനുകളൊക്കെ കയറി പോകുന്നൊരു വണ്ടിയാണ് V-Cross എന്ന് ലളിതമായിട്ട് പറയാം. 4 ലോ കൂടിയുണ്ടല്ലോ. അപ്പോൾ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ റോഡ് പ്രസൻസ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ലോങ് ജേണി, കൂടാതെ ഈസി മാനുവർ ചെയ്യാനുള്ള ഒരു കാര്യം, അത് ഗുണമാണ്. ദോഷം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വലിയ എഞ്ചിനാണ്. നമുക്ക് ടോർക്ക് കൺട്രോൾ, ഗിയർ ബോക്സ്, ഓട്ടോമാറ്റിക് കുറച്ചും കൂടിയും കുറവായിരിക്കും മാനുവലിനേക്കാൾ. എന്നാലും ഈ ഒരു വണ്ടിക്ക് മൈലേജ് എന്ന് പറയുന്നത് ഒരു 9 കിലോമീറ്ററൊക്കെ സിറ്റിയിലും 8 to 9 കിലോമീറ്റർ സിറ്റിയിലും, ഹൈവേയിൽ ഒരു 10-10.5 കിലോമീറ്ററൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ഒരു മികവുള്ള വണ്ടിയാണോ വെച്ചാൽ അല്ല. പക്ഷേ ഈ വക ക്യാപ്പബിലിറ്റിയുള്ള വണ്ടിക്ക് നമ്മൾ ഒരിക്കലും മൈലേജ് കാണില്ല. അപ്പോൾ ജിമ്നിക്കൊക്കെ 8-9 മൈലേജ്, പെട്രോളാണ് ബേസിക്കലി. അപ്പോൾ ഇത് ഡീസലാണുള്ള ഗുണമുണ്ടല്ലോ. ടോർക്ക് ആ ഒരു നല്ല കാര്യമാണ്. 163 ബ്രേക്ക് ഹോഴ്സ് പവറാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പവറും നല്ലതാണെന്ന് തോന്നി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് ഒത്തിരി വെയിറ്റ് ആണ്. ഇന്നത്തെ കാലത്തെ വണ്ടികളിലെ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗുള്ള വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചൊരു ഹെവി ഫീൽ ഉണ്ട് സ്റ്റിയറിംഗിന്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയ്യിനൊരു ഇത്തിരി ഒരു സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഹൈവേ കയറി നമ്മൾ കുന്തളിപ്പാണിച്ച് ഓടിക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ ഹാൻഡ്ലിങ്ങിന് ഭാഗത്തില്ലേ അത് ഇത്തിരി ഗുണമായിട്ട് കാണാം. ഇപ്പോൾ ഞാൻ പറയുന്നത് കാറുകളിലേത് പോലുള്ള ഹാൻഡ്ലിംഗ് ആണെന്നല്ല, പകരം ഒരു ട്രക്കിലെ ഒരു ഹാൻഡ്ലിംഗ് എന്ന നിലയ്ക്ക് ഇത് നല്ല ഒരു ഹാൻഡലറാണ്. ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ പിക്കപ്പുകൾ ഓടിക്കുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ലൈഫ്ലെസ് ആകും. പക്ഷേ ഇതിന് ഈ ഒരു വണ്ടിക്ക് സ്റ്റിയറിംഗ് അത്യാവശ്യം ഒരു ഫീലുള്ള സ്റ്റിയറിംഗ് തന്നെയാണെന്ന് പറയേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബെഡിൻ്റെ യൂസാണ്. അത് പോസിറ്റീവായിട്ട് കാണാവുന്ന കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ഒരു ഹൗസ് മൊത്തം മൂവ് ചെയ്യാൻ പറ്റുന്ന തക്കവണ്ണം വലുപ്പമുള്ള ഒരു ബെഡാണ് ഇതിൻ്റെ എന്നുള്ളൊരു ഗുണം തന്നെയാണ്. ഡാഷ്ബോർഡ് ഗുണമാണ്, ക്ലൈമട്രോണിക് AC ഗുണമാണ്, എല്ലാം മോഡേൺ ആണ് എന്നുള്ളൊരു ഗുണമുണ്ട്. അത്യാവശ്യം വിസിബിലിറ്റി എന്നുള്ള ഗുണമുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കൊരു ഇത്തിരി ഹെവി ഫീൽ തോന്നുള്ളൂ ഈ വണ്ടിക്ക്, ട്രെയിൻ റൈഡേഴ്സ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ കൂടുതൽ ഗുണങ്ങളും കൂടുതൽ ദോഷങ്ങളും കമ്പയർ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം ഗുണങ്ങളുള്ള ഒരു പിക്കപ്പ് ട്രക്ക് തന്നെയാണ്. അതാണ് V-Crossൻ്റെ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം എന്നുള്ളതാണ്. എനിക്ക് ഈ ലോങ് ഡ്രൈവിലൊക്കെ തന്നെ ഇത് തീർത്തും എൻജോയബിൾ ആയിട്ട് തോന്നി. ഇപ്പോൾ നമ്മൾ ഒന്ന് ഫ്ലാഷ് ലൈറ്റ് ചെയ്താൽ മുമ്പിൽ വണ്ടി മാറി തരുന്നുള്ള ആ ഒരു കമാൻഡിങ് പവർ അത് ഈ ഒരു വണ്ടിക്കുണ്ട്. പിന്നെ ഇരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കുണ്ടൊക്കെ ചാടുമ്പോഴും അകത്തേക്ക് വരില്ല. അപ്പോൾ കുഷനി ഫീൽ ചെയ്യും, നമുക്ക് ചാട്ടമൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ചാട്ടം ഫീൽ ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. നമ്മളെ പൊക്കിങ് ഇടുമ്പോൾ നമുക്ക് ആ ഒരു ശരീരത്തിന് ആയാസമൊന്നും വരില്ല എന്നുള്ളൊരു ഗുണം ഭയങ്കര ഗുണമാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ V-Cross ഒരു ഫീൽ ഗുഡ് വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ നീഷ്, അതായത് നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ, ഇപ്പോൾ ഓഫ് റോഡ് പോകുന്ന ആളാണ്, നിങ്ങൾക്ക് ലോങ് യാത്ര ഉണ്ട്. ഇപ്പോൾ ഞാൻ നാനോയിൽ പോയ ട്രിപ്പ് ഈ V-Crossലാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ഥലമൊന്നും കിട്ടിയില്ലെങ്കിലും വണ്ടി നിർത്തി അതിൻ്റെ മുകളിൽ ക്യാമ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ലോങ് ഡ്രൈവ് പോകാൻ പറ്റിയ രസകരമായ വണ്ടി എന്ന നിലയ്ക്കാണ് അത് കാണുക. നീഷാണ്, എല്ലാവർക്കും പറ്റിയ വണ്ടിയല്ല. ആവശ്യക്കാർക്ക് ശരിക്കും ഉതകുന്ന വണ്ടി. ഇപ്പോൾ ഹൈലക്സിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, ഹൈലക്സിലേക്ക് പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത്രയും വില കൊടുത്തൊരു പിക്കപ്പ് ട്രക്ക് വാങ്ങണ്ട. എന്നാൽ V-Crossൻ്റെ ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് സമാധാനപ്പെടാൻ പറ്റും. കാരണം അതിനനുസരിച്ചുള്ള പവറുണ്ട്, അതിനനുസരിച്ചുള്ള ടോർക്കുണ്ട്, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഹൈലക്സ് എടുക്കാൻ പറയുമ്പോൾ എന്താണ് കുറവ്? അങ്ങനെ വലിയ കുറവൊന്നും പറയാനില്ല. ഹൈലക്സിനും ബാക്കിൽ ഡ്രം ബ്രേക്കാണ്, ബാക്കിൽ ലീഫാണ്. V-Crossനും ബാക്കിൽ ഡ്രം ബ്രേക്കാണ്, ബാക്കിൽ ലീഫാണ്. അപ്പോൾ ഒരു പിക്കപ്പ് ട്രക്ക് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ചേർന്ന വണ്ടി എന്നല്ല ഞാൻ പറയുന്നത്, കാര്യങ്ങൾ നടക്കാൻ ഉതകുന്ന ഒരു മികച്ച വണ്ടിയായിട്ട് V-Crossനെ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വർഷങ്ങളായിട്ടും V-Cross പിക്കപ്പിൻ്റെ ആ ഒരു കാര്യത്തിൽ ഉയർന്നു നിൽക്കുന്നതും അതിൻ്റെ ഒരു ഗുണങ്ങൾ കിട്ടുന്നതും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.